ശ്രീ വി കെ ശ്രീകണ്ഠൻ മുൻ പ്രധാനമന്ത്രി എന്നതിന് അപ്പുറം മികച്ച ഒരു ധനതന്ത്രജ്ഞൻ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തലമുതിർന്ന ഒരു നേതാവ്, അദ്ദേഹത്തെയാണ് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും നല്ല ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ, ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ ഇന്ത്യയെ ആ സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നും ഉൾപ്പെടുത്താതെ സത്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന നിലനിർത്തിയ ദിഷണാശാലിയായിട്ടുള്ള ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വലിയ തോതിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനാവകാശ നിയമം, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഒട്ടനവധി നവീന ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചിരുന്നു. രാജ്യത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ആരാണ് കരകയറ്റിയതെന്ന് ചോദിച്ചാൽ ഭാവിയിൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് തന്നെയാണ് പേര് പറയാൻ. ഇന്ന് കാണുന്ന ഒട്ടേറെ പുരോഗതികൾക്ക് അടിത്തറ പാകിയതും ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ചതും ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അതിശക്തമായി 10 വർഷക്കാലം ഇന്ത്യയെ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരിക. ചരിത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള ജനപ്രിയമായ പദ്ധതികൾ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അദ്ദേഹം മറ്റുള്ളവരെ പോലെ വാചാലമായിട്ട് ഒന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്തൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു ശക്തമായ അഭിപ്രായവും പ്രതികരണമായിരുന്നു. എതിരാളികളെ നിഷ്പ്രഭരമാക്കുന്ന, അദ്ദേഹത്തിന്റെ വിമർശനത്തിനെയൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശാലമായി കണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് നാം ഇന്ന് അനുഭവിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് എങ്ങനെയാണ് രാജ്യം ഭരിച്ചാൽ എന്താണ് ഉണ്ടാകുന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. നമുക്ക് രാജ്യത്തിനും ലോകത്തിനും തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം. ശ്രീ വി കെ ശ്രീകണ്ഠൻ, നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർത്തെടുക്കുമ്പോൾ ഇപ്പോൾ ഈ കാർഷിക വായ്പ അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് എഴുതിത്തള്ളുന്നതിനും അല്ലെങ്കിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ തന്നെ അത്തരത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ പോലും ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നത് അദ്ദേഹം അതൊരു പ്രതിജ്ഞാബദ്ധമായി തന്നെ കണക്കാക്കിയിരുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കൂടി നമ്മൾ അദ്ദേഹത്തെ ഓർത്തെടുക്കണം. സാമ്പത്തിക നയങ്ങൾക്കപ്പുറം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്ത് എന്ന് അടുത്തറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നൊരു നയം തന്നെയായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാരുകൾ സ്വീകരിച്ചിരുന്നത് എന്നതിൽ നിസ്സംശയം നമുക്കത് പറയുകയും ചെയ്യാം. ഒട്ടേറെ വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാർ ഒരുപാട് പ്രതിസന്ധിയിലായിട്ടുണ്ട്. പക്ഷെ അചഞ്ചലമായി അദ്ദേഹത്തിന്റെ നിലപാട് സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന് വെച്ചാൽ കോടിക്കണക്കിന് പാവപ്പെട്ട അവർക്ക് പ്രത്യേകിച്ച് ഒരു പരിചയ സമ്പന്നത, തൊഴിൽ പരിശീലനം ഒന്നുമില്ലാത്ത കോടാനുകോടി ജനങ്ങളെയാണ് പട്ടിണിയിൽ നിന്നും മാറ്റി ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് കാർഷിക മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം കർഷകർ നേരിട്ട പ്രതിസന്ധി കാലത്താണ് കോടിക്കണക്കിന് രൂപ കർഷകരുടെ എഴുതി തള്ളി. അത് രാജ്യത്ത് തന്നെ വലിയൊരു വിപ്ലവമായിരുന്നു അദ്ദേഹത്തിന്റെ ആ നിലപാട്. അതുപോലെ തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാക്കാൻ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വിപ്ലവകരമായ ഒരു നിയമമാണ് വിവരാവകാശ നിയമം. അതുപോലെ തന്നെ ആദിവാസികളും പാവപ്പെട്ട പട്ടികവർഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ജനങ്ങൾക്ക് പ്രയോജനകരമായതാണ് വനാവകാശ നിയമം. അങ്ങനെ ഈ പുതിയ തലമുറയ്ക്ക് ഇനി അത് മാത്രമല്ല, വിദ്യാഭ്യാസം, നമുക്കറിയാം വിദ്യാഭ്യാസം സാർവത്രികം സൗജന്യമാക്കിയ രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ആ വിദ്യാഭ്യാസം ഒരു അവകാശമാക്കി നിയമമാക്കി മാറ്റിയത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്താണ്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും അദ്ദേഹത്തിന്റെ
നിരീക്ഷണം എത്തിയിരുന്നു, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെയാണ് അതിനൊക്കെ നെടുനായകത്വം വഹിച്ചതെന്ന് നമുക്ക് പറയുമ്പോൾ സത്യത്തിൽ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം ഒരു ജനാധിപത്യ രാജ്യത്ത്, അതും ഒരു മുന്നണി രാഷ്ട്രീയത്തില് അതിന് നയിച്ചിട്ടാണ് ഇദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത്. എല്ലാവരെയും അനുനയിപ്പിക്കാനും എല്ലാവരെയും ഏകോപിപ്പിക്കാനും ഇത്രയും കഴിവുള്ള ഒരാള് ഇന്ത്യയിൽ വേറെ ഉണ്ടായിട്ടില്ല. അത്രയും നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ശരി, വളരെയധികം നന്ദി. ശ്രീ വി കെ ശ്രീകണ്ഠൻ MP ആണ് നമ്മോട് പ്രതികരിച്ചത്.